നമസ്കാരം. സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണിന്ന്. ഇന്ന് നമ്മുടെ ചാനലിന് 2 ലക്ഷം വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ 5000 സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. 125ാമത്തെ എപ്പിസോഡാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ. അപ്പം ചാനൽ വളരെ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് എന്നെ ഒരു നിലയിൽ എത്തിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു ലൈവ് സെഷൻ അതിനോട് തന്നെ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വരും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പം ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേസർ റിസീവിംഗ് മോഡ്യൂളിനെ പറ്റിയാണ്. അപ്പം ലേസർ റിസീവിംഗ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു മോഡ്യൂൾ. ഓക്കെ, ലേസർ റിസീവിംഗ് മോഡ്യൂൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. ഇതാണ് മോഡ്യൂള്. നോർമലായിട്ട് കാണപ്പെടുന്ന പോലെ എല്ലാ മോഡ്യൂളിലും ഉള്ള പോലെ തന്നെ ഒരു VCC, ഒരു ഔട്ട്, ഒരു ഗ്രൗണ്ട്, അങ്ങനെ 3 ഇതാണ് ഈ മോഡ്യൂളിനുള്ളത്. അതേപോലെ ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് എൻ്റെ ലേസർ സെൻസറാണ്. ഇത് ജസ്റ്റ് ലേസർ ഡയോഡാണ്. ഇത് കണക്ട് ചെയ്യുമ്പം ലൈറ്റ് തെളിയും. ഞാൻ ജസ്റ്റ് ആണെങ്കിൽ ലേസർ തെളിച്ച് എനിക്ക് കാണിക്കുക. ഇത് കാര്യമായ കണക്ഷൻ ഒന്നും ഇല്ല. 5 വോൾട്ട് നേരെ 5ലേക്ക് കൊടുത്തു, ഗ്രൗണ്ട് നേരെ ഗ്രൗണ്ടിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ലേസർ തെളിയും. ഓക്കെ, ഇത് ചെറിയ ഇതാണ്ടോ, ഇതാണ് ആ ഒരു മോഡ്യൂളിന്റെ വർക്കിംഗ്. ഓക്കെ, നമുക്ക് ഇതിന്റെ കണക്ഷനിലേക്ക് പോവാം. കണക്ഷൻ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. ഈ ഒരു VCC എന്ന് പറയുന്ന പിന്ന് നേരെ അതിനോട് 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുക. അപ്പം 5 വോൾട്ടിൽ എനിക്കിവിടെ ഈ ഒരു ലേസറും കൂടെ ഒന്ന് ഫുൾ ടൈം തെളിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ലേസറും VCCയും ഒരുമിച്ചാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ലേസറും VCCയും ഞാൻ ഒരുമിച്ച് കണക്ട് ചെയ്തു. അതേപോലെ നമ്മൾ രണ്ടാമതായിട്ടുള്ളത് രണ്ടാമത്തെ പിന്നെ ഔട്ടാണ്. ഔട്ടെന്ന് പറഞ്ഞ പിന്നെ ഞാൻ തൽക്കാലത്തേക്ക് A0യിലേക്ക് കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏത് പിന്നെ വേണേ ആക്കാം. പിന്നെ ഉള്ളത് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് ജസ്റ്റ് ഞാൻ അതിനോട് തന്നെ ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം പ്രോപ്പറായിട്ട് ഗ്രൗണ്ടും ഈ 2 ഗ്രൗണ്ടും ഞാൻ അതിനോട് ഇതിലേക്ക് കണക്ട് ചെയ്യുവാണ്. ഓക്കെ, പ്രോപ്പറായിട്ട് ഗ്രൗണ്ടും VCCയും കണക്ട് ആയി. അപ്പോൾ ഇതാ ഇവിടെ എൻ്റെ ഒരു മോഡ്യൂൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ലേസർ ഇങ്ങനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുമ്പോഴായിരിക്കും ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ കോഡിങ്ങിലേക്ക് കടക്കാം. കോഡിങ് കൃത്യമായി വലിയ കാര്യമായുള്ള കോഡിംഗ് ഒന്നുമല്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ഒരു പിന്ന് വേണം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആ പിൻ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഹാഷ് ഡിഫൈൻ പിൻ A0 എന്ന് ഞാൻ കൊടുക്കുന്നു. A0 ഇൻപുട്ട് ആണ്. അപ്പം ഞാൻ A0 കൊടുത്തത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ പിൻ മോഡ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അനലോഗ് പിൻസ് എല്ലാം ഓൾറെഡി അനലോഗ് ഇന്നാണ്. എന്നാലും നമുക്ക് പിൻ മോഡ് കൊടുക്കാം. പിൻ മോഡ് പിൻ നമ്പർ ആയിട്ട് ഞാൻ പിൻ എന്ന് കൊടുക്കുന്നു. ഇത് ഇൻപുട്ട് ആണ്. ഓക്കെ, ഇൻപുട്ട് കൊടുക്കുന്നു. ഇനിയിപ്പം എനിക്കിതിൻ്റെ റീഡ് ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യണം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു വേരിയബിൾ ഉണ്ടാക്കുവാണ്. ഇൻറ്റ് ഡാറ്റ. അപ്പം ഡാറ്റ ഈക്വൽ ടു 0 എന്നോ 1 എന്നോ എന്ത് വേണേൽ കൊടുക്കാം. എന്നിട്ട് ഞാൻ ആദ്യം ഡാറ്റ ഈക്വൽ ടു ഡിജിറ്റൽ റീഡ് ഓഫ് പിൻ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ പിന്നിൻ്റെ അകത്ത് നമ്മുടെ പിന്നിൻ്റെ ഉള്ളിൽ നിന്നുള്ള വാല്യൂ റീഡ് ചെയ്യുന്നു, അത് ഡാറ്റയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പം ഇതിന് നമുക്ക് സീരിയൽ മോണിറ്ററിൽ ഒന്ന് കാണണം. അപ്പം അതിനായിട്ട് ഞാൻ സീരിയൽ ഡോട്ട് ബിഗെയിൻ കൊടുക്കുന്നു. എന്നിട്ട് റൈറ്റ് കൊടുക്കുന്നു 9600. ഇനിയിപ്പോൾ ഇത് ഞാൻ പ്രിന്റ് ചെയ്യാൻ പോവാം. അപ്പോൾ പ്രിന്റ് ചെയ്യാനായിട്ട് സീരിയൽ ഡോട്ട് പ്രിന്റ്. ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുവാണ്. ഡാറ്റ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം സീരിയൽ ഡോട്ട് പ്രിന്റ് ln നമ്മുടെ ഡാറ്റ എന്താണോ ആ ഡാറ്റ റിസീവ് ചെയ്യുകയാണ്. ഓക്കെ, ഡാറ്റ. ഇപ്പം ഏതൊരു സെൻസർ ആണെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഈ ഒരു കോഡായിരിക്കും. കാരണം ഈ ഒരു കോഡാണ് നമുക്ക് ഏത് സെൻസറിൽ നിന്നുള്ള ഡാറ്റ റീഡ് ചെയ്യുവാൻ റൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ ഇനി സീരിയൽ മോണിറ്റർ എടുക്കുന്നു. സീരിയൽ മോണിറ്റർ എടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കോഡ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി. അതിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സീരിയൽ മോണിറ്റർ ഒന്ന് എടുക്കാം. അപ്പോൾ സീരിയൽ മോണിറ്റർ എടുത്തു. അപ്പം ഡാറ്റ ഫുള്ള് 0 ആണ് നമുക്കിവിടെ കാണിക്കുന്നത്.
ഞാനിത് ജസ്റ്റ് ഈ ഒരു ബോർഡിലേക്ക് അടിക്കുവാണ്. അപ്പോൾ 1 കാണിക്കുന്നു, കണ്ടോ മാറ്റുമ്പം. ഇത് അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അടിക്കുമ്പോൾ ഉണ്ടോ 1 കാണിക്കുന്നു, മാറ്റുമ്പോൾ 0 കാണിക്കുന്നു. അപ്പം ഈ ലേസറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ 1 ആയിരിക്കും കാണിക്കുക. അപ്പൊ ഈ ലേസർ നമ്മൾ ഫിക്സ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യുന്ന ടൈമിൽ ഒരു സിഗ്നൽ കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നോർമലായിട്ട് നമ്മൾ IR മോഡ്യൂളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ഒക്കെ അടിച്ചൊരു പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. ലേസർ ആണെങ്കിൽ നമുക്ക് അങ്ങനെയല്ല, കുറച്ച് ആക്യുറേറ്റ് ആയ ഒരു പോയിന്റിലേക്ക് ഡോട്ട് ചെയ്യാനും സാധിക്കും. അതേപോലെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട് എടുക്കുവാനും സാധിക്കും. അപ്പൊ അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് വെച്ചിട്ട് ഇനി നമുക്കൊരു LED വർക്ക് ചെയ്യണമെന്ന് കരുതുക. അപ്പൊ LED നമുക്ക് തൽക്കാലം ബിൽറ്റിൻ LED തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. LED എന്ന് കൊടുക്കുന്നു. Arduino Unoയുടെ ബിൽറ്റിൻ LED 13 ആണ്. അതിനെ ഞാൻ ഔട്ട്പുട്ട് ആക്കി സെറ്റ് ചെയ്യുകയാണ്. പിൻ മോഡ് LED ഔട്ട്പുട്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഡാറ്റ അല്ലെങ്കിൽ ലേസർ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം LED തെളിയുന്ന പോലെയാണ് ഞാനിപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇഫ് ഡാറ്റ ഈക്വൽ ടു 1, ഡാറ്റ 1 ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ റൈറ്റ് LED ഹൈ. അപ്പോൾ LED ഓൺ ആവാനും അതിൻ്റെ എൽസ് പാർട്ടിൽ ഡിജിറ്റൽ റൈറ്റ് LED ഓഫ് ലോ ആവാനും. ഓക്കെ, ഇനി ഈ കോഡൊന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു ബോർഡ് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. അപ്പം ഈ L എന്ന് പറഞ്ഞ ഈ ഒരു ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാര്യം അവിടുത്തെ ലൈറ്റ് ആണ് ഇവിടെ ഡാറ്റ വരുമ്പം ചേഞ്ച് ഉണ്ടാകുന്നത്. ഓക്കെ, ഞാൻ ലേസർ പോയിന്റ് ചെയ്യുന്നു. ലേസർ പോയിന്റ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് തെളിയുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു കോഡ് എങ്ങനെ വേണേ ചെയ്യാവുന്നതാണ്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ മെയിൻ കണ്ടന്റ്. ഇനിയിപ്പോൾ പറയാനുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ Arduino ഒരു കറക്റ്റ് പാറ്റേണിലായിട്ട് ഒരു ലൈവ് സീരീസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ടിങ്കർകാഡ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ബേസ് ചെയ്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടിങ്കർകാഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം നമ്മൾ ലൈവായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നിന്നൊരു എപ്പിസോഡുമായി ഇനി നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.